ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചിന്നു. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയിൽ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇത് എൻ്റെ നാട്ടിലെ അമ്പലമാണ് കാണിച്ചത്. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ നേരെ കാപ്പി കഴിക്കാൻ പോവുക. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് തന്നെ ടൈം ഒരുപാട് വൈകിയായിരുന്നു. അപ്പോൾ പിന്നെ ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കരുതി പെട്ടെന്നൊരു ഫ്രൈ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അവിടെ ഫ്രൈ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് എൻ്റെ ഇളയ മോനാണേ. അവനവിടെ ഭയങ്കര കളിയും ബഹളവും ടി വി കാണുകയൊക്കെ. അവന് ടി വി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം മൂത്ത ആൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അവിടെ ടി വിയും കണ്ട് കളിച്ചൊക്കെ ഇരിക്കും. അപ്പം മോനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. മൂത്ത ആൾ അർജുൻ, ഇളയ ആൾ ആയുഷ്. മൂത്തമ്മ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ മോന് 3 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ വന്ന് എന്തോ എന്നെ കളിയാക്കി ദേഷ്യമൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും അവിടെ. അപ്പോൾ ഒരടുപ്പിൽ ചിക്കൻ്റെ സവാളയൊക്കെ വരന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്ത് അടുപ്പിൽ ചോറ് വേകാൻ വെച്ചിട്ടുണ്ട്. അതായത് ഫ്രൈ റൈസിൻ്റെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, അത് വേകുന്നുണ്ട്. ഇപ്പുറത്തെ ഫ്രൈ റൈസിന് വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ക്യാരറ്റ്, ബീൻസ്, സവാള ഇതൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ അടുപ്പിൽ തന്നെ ചിക്കനുള്ള സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ വഴറ്റി അത് മുളക്, മല്ലിയും മഞ്ഞൾപ്പൊടി എല്ലാം ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കനും ഇട്ട് അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ചിക്കനിട്ട് കറി തിളച്ചു, ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് മോൻ വന്ന് എന്തോ പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി അവനോട് കാര്യം പറയുക. അപ്പോൾ എന്തോ അവൻ പറഞ്ഞ് മിഠായി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഭക്ഷണം കഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ പറയാം നോ, അവനപ്പം വേണം. അങ്ങനെ അവൻ പോയി പിണങ്ങി കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഒരെണ്ണം തരാം, ബാക്കി അമ്മ ഫ്രിഡ്ജിൽ വെച്ചേക്കാം, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അത് ഭംഗിയൊക്കെ നോക്കി ഇവിടെ ഇരിപ്പുണ്ട്. പോയിട്ട് വന്നപ്പോഴത്തേനും പിന്നെ ചിക്കൻ കറിയിൽ മസാലയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച്. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ റൈസിനുള്ള ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ സോയ സോസൊക്കെ ഒഴിച്ചിട്ട് ചോറൊക്കെ തട്ടി റെഡിയാക്കി മിക്സ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് ഫ്രൈ റൈസ് നല്ലപോലെ മിക്സൊക്കെ ചെയ്ത് എടുക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവ എൻ്റെ അടുത്ത് എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുക. അപ്പം ഞാനതിനെന്തൊക്കെയോ വീണ്ടും ഇവനെ കളിയാക്കി, അമ്മയുടെ ആദ്യത്തെ ലോങ് വീഡിയോ പോകുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുകയാണ്. അപ്പം ഞാനതിന് സമാധാനമൊക്കെ പറഞ്ഞിട്ട് അതിന് ചിക്കൻ കറിയിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി മല്ലിയിലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം, ഇപ്പോൾ ഫ്രൈ റൈസും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു ഫ്രൈ റൈസും ചിക്കൻ കറിയുമാണ്. കാരണം പെട്ടെന്നുണ്ടാക്കിയതായതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ടേസ്റ്റിനൊന്നും പ്രശ്നമില്ല, നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ പെട്ടെന്നുണ്ടാക്കി എടുത്തതല്ലേ. അതിലും ഡെക്കറേഷനൊന്നും കുറയ്ക്കേണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് മല്ലിയിലയും നെയ്യൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. അതൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. ഇനിയിപ്പോൾ കരുതി കുറച്ച് പപ്പടം കൂടെ പൊരിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി. ആദ്യം കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ കഴിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. കാരണം മോന് ഭക്ഷണം കൊടുക്കേണ്ട സമയം ഒത്തിരി കഴിഞ്ഞ്. അപ്പോൾ ഇന്നിപ്പോൾ ആൾ പോയിട്ട് വന്നിട്ട് മുട്ടായിയൊക്കെ കഴിച്ചുകൊണ്ട് അധികം വിശപ്പില്ലാതെ അവിടെ ഇരിക്കുവാണ്. എന്നാലും ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ആളവിടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് ഓടുന്നുണ്ട് അമ്മ എന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ. അതൊക്കെ അങ്ങനെ വലിയ നിർബന്ധവും വാശിയൊന്നുമില്ല. എന്നാലും വിശന്ന് കഴിഞ്ഞാൽ പിന്നെ മോന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് പപ്പടമൊക്കെ പൊരിച്ചിട്ട് മോന് ഭക്ഷണം കൊടുക്കുക. ആൾക്ക് ഫ്രൈ റൈസ് ഒന്നും അത്ര വലിയ താല്പര്യമില്ല. വേണ്ട എന്നൊക്കെ പറഞ്ഞ് നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇന്ന് ചോറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ കഴിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ പോവുക. കഴിച്ചതിന് ശേഷം മോനെ ഉറക്കണം. മോന് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുണ്ടെന്നും. അപ്പം ഇന്നിപ്പോൾ സമയം തെറ്റിയിരിക്കും. ആശാൻ അവിടെ ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കരച്ചിലായിട്ട് ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് ഉറക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അങ്ങനെ ഇരിക്കുക.
ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ളോഗ് ഇവിടെ കഴിയുവാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.